എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സദ്യവട്ടങ്ങളിൽ പ്രധാനിയും എന്നാൽ തയ്യാറാക്കിയെടുക്കാൻ ഒരുപാട് സമയം വേണ്ടുന്ന കറികളിൽ ഒന്നായ കുറുക്കുകാളൻ, കാറ്ററിംഗുകാർ തയ്യാറാക്കുന്ന അതേ രുചിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുറുക്കുകാളൻ വെറും 15 മിനിറ്റിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കാളൻ തയ്യാറാക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഇതിലേക്കുള്ള വറവ് ചേർക്കുന്ന സമയത്തും എക്സ്ട്രാ 1-2 ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുറുക്കുകാളൻ നമുക്കും വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപ് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു കുറുക്കുകാളൻ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു പീസ് ചേന എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്. ഏത്തയ്ക്ക വന്നിട്ട് പച്ചയാണ് കേട്ടോ, പഴുത്ത ഏത്തയ്ക്കയൊന്നുമല്ല, പച്ചയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു കുറുക്കാളം വന്നിട്ട് നമുക്ക് ചേന വെച്ച് മാത്രമായിട്ടും തയ്യാറാക്കാം, അതുപോലെ തന്നെ ഏത്തയ്ക്ക വെച്ച് മാത്രമായിട്ടും തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും അരപ്പ് മാത്രം ചേർത്തും കുറുക്കുകാളം തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാനിവിടെ ചേനയും വാഴയ്ക്കയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് ഞാനിതെല്ലാം അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാനിത് ഒരു കുക്കറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഈ ഒരു കുറുക്കുകാളം വന്നിട്ട് ഞാൻ മുഴുവനായിട്ടും തയ്യാറാക്കാൻ പോകുന്നത് ഈ ഒരു കുക്കറിൽ വെച്ചിട്ട് തന്നെയാണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എളുപ്പമാക്കാൻ പറ്റും. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 പച്ചമുളക് നെടുകെ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ടാണ് 2 എണ്ണം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ കഷ്ണത്തിന് ആവശ്യമായ ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കഷ്ണങ്ങൾക്ക് ഒപ്പം നിൽക്കത്തക്ക രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരണം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കാം. പിന്നെ വിസിലിൻ്റെ എണ്ണമൊക്കെ നമ്മൾ എടുക്കുന്ന കുക്കറിൻ്റേത് പോലെ ഇരിക്കും. ചില കുക്കറിൽ ഒരു വിസിൽ വരുമ്പോൾ തന്നെ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടാറുണ്ട്. ചിലതിൽ വന്നിട്ട് 2ഉം 3ഉം വിസിലൊക്കെ വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എടുക്കുന്ന കുക്കറിൻ്റേത് പോലെ ഇരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന കഷ്ണത്തിൻ്റെ അളവിനനുസരിച്ചും വിസിലിൻ്റെ എണ്ണത്തിനൊക്കെ വ്യത്യാസം വരാം. അപ്പോൾ കഷ്ണങ്ങളെല്ലാം ഒന്ന് വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തിരുവിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ജീരകമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ നല്ല ജീരകം അതാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 1 മുതൽ 1.25 ടീസ്പൂൺ അളവിൽ കുരുമുളക്, മുഴുവനോട് കൂടിയുള്ള കുരുമുളകാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.25 ടീസ്പൂൺ മുഴുവനോട് കൂടിയുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 4 പച്ചമുളകും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന പച്ചമുളകിന് അധികം എരിവൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു 4 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണെന്ന രീതിയിൽ 1-2 എണ്ണം ചേർത്ത് കൊടുത്താൽ മതിയാകും. കാരണം കുരുമുളകും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല എരിവുണ്ടാവും. അപ്പം അതുകൊണ്ട് പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ച് കൊണ്ടുവരാം. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരം ചെറിയ പുളിയോട് കൂടിയുള്ള തൈരാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് പുളിയുടെ ആവശ്യമില്ല, ചെറിയൊരു പുളിയോട് കൂടിയുള്ള തൈരാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അപ്പോൾ തൈരൊഴിച്ച് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ച് കൊണ്ടുവരാം. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ നല്ലപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തോന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒരു 80% വറ്റി വന്നിട്ടുണ്ട്. ബാക്കിയിരിക്കുന്ന ഈ വെള്ളം നമ്മൾ കളയേണ്ട ആവശ്യമില്ല, ഇത് നമുക്ക് വറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ വീണ്ടും സ്റ്റവ് ഓൺ ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലാക്കുക. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, തൈര് ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിക്കുകയാണെന്ന് വരികിൽ പിരിഞ്ഞു പോകുമെന്ന്. പിരിഞ്ഞൊന്നും പോവില്ല. തീ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം.
അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനും മറക്കരുത്. പിന്നെ ഞാനിവിടെ ഈ ഒരു കുക്കറിൽ കുറുക്കുകാളൻ തയ്യാറാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് കഷ്ണങ്ങളൊക്കെ വെന്ത് വരാനായിട്ട് ഒരുപാട് സമയം എടുക്കും. ചേനയൊക്കെ ആണെന്നൊരിക്കലും ചില ചേനയൊക്കെ വേകാനായിട്ടൊക്കെ നമുക്ക് ഒരുപാട് സമയമൊക്കെ എടുക്കും. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് സമയം ലാഭിക്കാനായിട്ട് ഇതുപോലെ നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുക്കറിൽ തയ്യാറാക്കുകയാണെന്നൊരിക്കൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റും. പിന്നെ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറുക്കുകാളനൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മളിതിങ്ങനെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുമ്പോൾ നമ്മൾ ഗ്യാസ് അടുപ്പിൽ ഫുള്ളും ഇങ്ങനെ തെറിച്ച് വീഴാറുണ്ട്. തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ഗ്യാസ് അടുപ്പിൽ ഇതിന് മുഴുവനും ഇത് തെറിച്ച് വീഴാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ നല്ല കുഴിയുള്ള പാത്രമോ അതല്ലെങ്കിൽ ഇതുപോലെ ഒരു കുക്കറോ ഉപയോഗിക്കുകയാണെന്നൊരിക്കൽ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പരന്ന പാത്രമൊക്കെ ആണെന്നൊരിക്കൽ ഇത് നല്ലപോലെ തെറിച്ച് നമ്മുടെ അടുപ്പിലൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് മാറാനായിട്ടാണ് ഞാനിപ്പോൾ ഇത് കുക്കറിൽ തയ്യാറാക്കിയെടുക്കുന്നത്. സദ്യയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ കറികളെല്ലാം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ അരപ്പെല്ലാം ഇവിടെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഉപ്പ് വേണമെന്നൊരിക്കൽ ഈ സമയം ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി വേണം. അത് ഞാൻ ഈ സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്കിതിവിടെ നല്ലപോലെ കുറുകി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കാളൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇത് ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ കുറുക്ക് കാളനെല്ലാം ഇവിടെ ആവശ്യത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല. ഒരു 10-15 മിനിറ്റിൽ തന്നെ അരപ്പെല്ലാം നല്ലപോലെ വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫാക്കാം. കാരണം ഇത് കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഒരു 7-10 പേർക്ക് കഴിക്കാനുള്ള കുറുക്ക് കാളനുണ്ടാവും. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു നുള്ള് വറുത്ത് പൊടിച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരുപാടൊന്നും വേണ്ട, ഒരു നുള്ള് ചേർത്ത് കൊടുത്താൽ മതിയാകും. നമ്മൾ ആ ഒരു കാറ്ററിങ്ങിൽ സദ്യയിലൊക്കെ കിട്ടുന്ന ആ ഒരു രുചിയിലും മണത്തിലും ഒക്കെ നമുക്ക് കുറുക്ക് കാളൻ തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു നുള്ള് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കരുത്, ഒരുപാടായി കഴിഞ്ഞാൽ കയ്പ്പ് രസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു നുള്ള് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കണം. അപ്പോൾ കടുക് വറുക്കുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണയല്ല, ഞാനിപ്പോൾ ഇതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യിൽ കടുക് വറുക്കുകയാണെന്നൊരിക്കൽ നമ്മുടെ കുറുക്ക് കാളന് പ്രത്യേക ഒരു രുചിയും മണമൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നെയ്യിൽ തന്നെ കടുക് വറുക്കാൻ ശ്രദ്ധിക്കുക. നെയ്യ് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മുഴുവനോട് കൂടിയുള്ള ഉലുവ ചേർത്ത് കൊടുക്കണം. ഈ ഉലുവയൊന്നും സ്കിപ്പ് ചെയ്യരുത്. ഇതൊക്കെ നമ്മൾ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഉലുവ കരിഞ്ഞു പോകരുത്, തീയെ മീഡിയം ഫ്ലെയിമിലാക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതാ നമ്മുടെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുറുക്ക് കാളനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുറുക്ക് കാളൻ ഇലയിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിനെ ഒലിച്ചൊന്നും പോകാതെ നല്ല നമ്മുടെ അവിയലിനെയും കൂട്ടുകറിയുടെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുറുക്ക് കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1-2 ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സദ്യയിൽ കാറ്ററിംഗുകാരൊക്കെ തയ്യാറാക്കുന്ന അതേ രുചിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുറുക്ക് കാളൻ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുക്കറിലൊക്കെ തയ്യാറാക്കുകയാണെന്നൊരിക്കൽ നമുക്ക് ഒരുപാട് സമയവും നമുക്ക് ലാഭിക്കാം. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ. Bye.